മീറ്റിംഗ് ഇവിടെ നടത്തുന്നത് മറ്റൊരു പർപ്പസിനല്ല. ഒന്ന്, പാപികൾ മാനസാന്തരപ്പെടാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരാൻ, രോഗികൾ സൗഖ്യമാകാൻ, ബന്ധനസ്ഥർ വിടുവിക്കപ്പെടാൻ. എവിടെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് ശോധന ചെയ്യാനുണ്ടെങ്കിൽ കർത്താവിന് നമ്മളെ ശോധന ചെയ്യാൻ. കർത്താവേ, അവിടുത്തെ പുത്രൻ അങ്ങയുടെ ഹിതം നടന്നാ മതി എന്ന് പറഞ്ഞ നിമിഷം തന്നെ അവനെ ബലപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവിടെ ഇറങ്ങി വന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ ലൈഫിൽ ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകട്ടെ. ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകട്ടെ. ദൈവഹിതത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ ലൈഫിൽ ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടാകട്ടെ. അധരങ്ങൾ തുറന്ന ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ ദൈവദാസൻ, കർത്തൃദാസൻ എന്ന നിലയിൽ എനിക്കും പറയാനുണ്ട് ഈ സാക്ഷ്യം. എന്റെ ഉറപ്പ് ഈ മുട്ടാണ്. എന്റെ പ്രാർത്ഥനാ മുറിയാണ്. എന്റെ അഭയയാചന കേൾക്കുന്ന എന്റെ ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ലോകം മുഴുവൻ നിനക്കെതിരായാലും ദൈവം നിനക്ക് അനുകൂലമായി നിന്നാൽ ഒരു ശക്തികൾക്ക് നിന്നെ തൊടുവാൻ കഴിയുകയില്ല എന്ന് ആത്മാവിനെ അറിയിക്കുകയാണ്. നീ മനുഷ്യരുടെ സപ്പോർട്ടിന് പോകരുത്. നീ മനുഷ്യരുടെ ഇഷ്ടം ചെയ്യാൻ നിൽക്കരുത്. നീ മനുഷ്യരെ പ്ലീസ് ചെയ്യാൻ പോകരുത്. നീ ഒരുത്തന്റെ കാല് പിടിക്കാൻ പോകരുത്. നീ ഒരുത്തന്റെ മുമ്പിൽ കൈനീട്ടാൻ പോകരുത്. ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. തമ്പുരാന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയവനെ ഈ ലോകത്തിലെ ഒരു ശക്തികളുടെ മുമ്പിലും